ഏവർക്കും ഹാജാസ് ക്ലാസസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. ഈ 2025 നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ വരാനിരിക്കുന്ന വർഷങ്ങളിൽ നടക്കാൻ പോകുന്ന PSC പരീക്ഷകളിൽ ഏതൊരു PSC പരീക്ഷയും നേടിയെടുക്കണമെങ്കിൽ 3 വിഷയങ്ങൾ നമ്മൾ സെറ്റായിരിക്കണം, നമ്മൾ അഗ്രഗണ്യരായിരിക്കണം. അത് ഏതൊക്കെ വിഷയങ്ങളാണ്? മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. ഈ 3 വിഷയങ്ങളെയും വളരെ അനായാസം പരീക്ഷകളിൽ കൈകാര്യം ചെയ്യാൻ നിങ്ങളെ പ്രാപ്തരാക്കാൻ സഹായിക്കുന്ന ഒരു സെഗ്മെൻ്റാണ് മലയാളം, ഇംഗ്ലീഷ്, മാത്സ് എന്ന് പറയുന്ന ഹാജാസ് ക്ലാസ്സസിലെ MEM എന്ന് പറയുന്ന ഒരു സെഷൻ. ഈ സെഷൻ്റെ കുറേ ക്ലാസ്സുകൾ ഇങ്ങനെ നടന്നു വരികയാണ്. നമ്മൾ മാത്സിനകത്തെ കോമ്പൗണ്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പാഠഭാഗത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റായി ഈ റീസെൻ്റ് ആയിട്ട് നടന്ന പരീക്ഷകളിൽ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളെ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുകയാണ്. ഇനി വരാനിരിക്കുന്ന പരീക്ഷകൾ എഴുതി പോകുന്ന കുട്ടികൾക്ക് ഏറ്റവും മുതൽക്കൂട്ടായിരിക്കും ഇങ്ങനൊരു സെഗ്മെൻറ്റ്. അതുകൊണ്ട് മുഴുവൻ കുട്ടികളും ഇതിനകത്ത് എല്ലാ സെഗ്മെൻറ്റുകളും മലയാളം, ഇംഗ്ലീഷ്, മാത്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സെഗ്മെൻറ്റുകൾ കാണണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിൽ ഓരോ സെഗ്മെൻറ്റുകളും കൈകാര്യം ചെയ്തിരിക്കുന്ന അധ്യാപകരൊക്കെ നിങ്ങൾക്കറിയാം. ഇംഗ്ലീഷ് MA, B.Ed, സെറ്റും നെറ്റും ഒക്കെ ഉള്ള ഒരു അധ്യാപകനാണ് നമ്മൾ റിയാസ് സാറാണ് നിങ്ങൾക്ക് ഇതിനകത്ത് ഇംഗ്ലീഷ് എടുക്കുന്നത്. മലയാളം എടുക്കുന്നത് തിരുവനന്തപുരത്ത് ഒരു കോളേജിലെ ലെക്ചറാണ്, PhD കാരിയാണ്, ഡോക്ടർ ഗീതു ടീച്ചറാണ് നമുക്ക് മലയാളത്തിൻ്റെ ക്ലാസ്സുകൾ എടുത്തു തരുന്നത്. ഞാനാണ് നിങ്ങൾക്ക് മാത്സും മെൻ്റൽ എബിലിറ്റിയും എടുക്കുന്നത്. നമ്മൾ 3 പേരും ചേർന്ന് കേരളത്തിലെ മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും മലയാളം, ഇംഗ്ലീഷ്, മാത്സ് സെറ്റാക്കി കൊടുക്കണം എന്ന ഒരു ഉദ്യമത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ ഒരു ക്ലാസ്. എല്ലാവരും ഈ ക്ലാസ് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എന്ന അഭ്യർത്ഥനയോടെ ഇന്ന് നമ്മൾ ക്ലാസ് ആരംഭിക്കുകയാണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ പ്രീവിയസ് ചോദ്യങ്ങളെയാണ് ഇന്ന് ഈ സെഗ്മെൻറ്റിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ ഈ 2023, 22 കാലയളവുകളിൽ നടന്ന പരീക്ഷകളിൽ, 21 കാലയളവുകളിലൊക്കെ നടന്ന പരീക്ഷകളിൽ ഈ ചാപ്റ്ററിനകത്ത് നിന്ന് ചോദിച്ച കുറച്ച് ചോദ്യങ്ങളെ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഫയർവുമൺ 2022 നടന്ന പരീക്ഷയാണ്. ഇത് ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. പരീക്ഷ ഇതാണ് കേട്ടോ, ബാക്കിയൊന്നും നിങ്ങൾ നോക്കണ്ട. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇത് ഫയർവുമൺ 2022 പരീക്ഷയിലെ ചോദ്യമാണ്. 1 മാസം 1 രൂപയ്ക്ക് 2 പൈസയാണ് പലിശയെങ്കിൽ പലിശ നിരക്ക് എത്ര? 1 മാസം 1 രൂപയ്ക്ക്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 മാസം 1 രൂപയ്ക്ക് 1 പൈസ. അപ്പോൾ 1 രൂപയ്ക്ക് 1 രൂപ, 1 മാസം 1 രൂപയ്ക്ക് 1 പൈസ പലിശ വരാറുണ്ട്. 1 പൈസ പലിശ വന്നാൽ പലിശ ശതമാനം പഠിച്ചു വെക്കണം എന്ന് നമ്മൾ ക്ലാസ്സുകളിൽ പറയാറുണ്ട്, 12%. ഈ ക്ലാസ് കേൾക്കുന്ന കുട്ടി, ഈ വീഡിയോ ക്ലാസ്സാണ് നിങ്ങൾ ആദ്യമായി കേൾക്കുന്നതെങ്കിൽ കുട്ടി പഠിക്കേണ്ടത് 1 രൂപ, 1 മാസം 1 രൂപയ്ക്ക് 1 പൈസയാണ് പലിശ എങ്കിൽ അവിടുത്തെ പലിശ നിരക്ക് 12%. എന്നാൽ 1 മാസം 1 രൂപയ്ക്ക് 2 പൈസയാണ് പലിശയെങ്കിൽ പലിശ നിരക്ക് 24%. 1 രൂപ 3 പൈസയാണ് പലിശ എങ്കിൽ അവിടെ പലിശ നിരക്ക് 36%. 1 രൂപ 4 പൈസയാണ് പലിശയെങ്കിൽ പലിശ നിരക്ക് 48%. 12ൻ്റെ മൾട്ടിപ്പിളായിട്ട് പോകും എന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 1 മാസം 1 രൂപയ്ക്ക് 1 പൈസയാണ്, 1 മാസം 1 രൂപയ്ക്ക് 1 പൈസയാണ് പലിശയെങ്കിൽ പലിശ നിരക്ക് എന്ന് പറയുന്നത് 12%. എന്നാൽ 2 പൈസയാണ് പലിശയെങ്കിൽ പലിശ നിരക്ക് 24%. 3 പൈസയാണ് പലിശയെങ്കിൽ പലിശ നിരക്ക് 36%. 4 പൈസയാണ് പലിശയെങ്കിൽ പലിശ നിരക്ക് 48%. ക്ലിയർ ആണ്? 1 മാസം 1 രൂപയ്ക്ക് 5 പൈസയാണ് പലിശ എന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ എഴുതണം 60% പലിശ നിരക്ക് എന്ന് പറയണം. ഇവിടെ 2 പൈസ എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് എത്രയെന്ന് എഴുതാം? 24% എന്ന് എഴുതാം. ഇവിടെ പ്രോബ്ലത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് നമ്മൾ കടക്കാതെ ഈ ഒരു സ്റ്റൈൽ ഓഫ് ഈ ഒരു രീതി പഠിച്ചു വെക്കുന്നതാണ് ഏറ്റവും ഉചിതം.
ക്ലിയർ അല്ലേ? ഒന്നാമത്തെ ക്വസ്റ്റ്യനിലൊന്നും നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഇത് 2022 ചോദ്യമാണെങ്കിൽ അടുത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതും 2022 നടന്ന മറ്റൊരു പരീക്ഷ, ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് +2 ലെവൽ എക്സാം, മെയിൻ എക്സാമിന് ലീഗൽ മെട്രോളജി 2022 പരീക്ഷയിലെ ഒരു ചോദ്യമാണ്. നല്ല സ്റ്റൈലൻ ചോദ്യമാണ്. രാമു 6% പലിശ കിട്ടുന്ന ഒരു ബാങ്കിൽ 10,000 രൂപ നിക്ഷേപിക്കുന്നു. 2 വർഷം കഴിഞ്ഞ് രാമുവിന് കിട്ടുന്ന കൂട്ടുപലിശ എത്ര? ഓക്കെ, ഒരാൾ കൂട്ടുപലിശ നിരക്കിൽ പലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ ഒരു പർട്ടിക്കുലർ എമൗണ്ട് കൊണ്ടുപോയി ഇട്ടാൽ ഒരു പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞ് അദ്ദേഹത്തിന് തിരികെ കിട്ടുന്ന എമൗണ്ട് കണ്ടുപിടിക്കാൻ A = P × 1 + R/100 n ഈ ഫോമിലാണ് ഉപയോഗിക്കുക. എന്താണ് ഞാൻ പറഞ്ഞത്? ഒരാൾ ഒരു നിശ്ചിത എമൗണ്ട് കൂട്ടുപലിശ നിരക്കിൽ പലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ കൊണ്ടുപോയി ഇട്ടാൽ ഒരു നിശ്ചിത വർഷം കഴിഞ്ഞ് 2 വർഷമോ 3 വർഷമോ കഴിഞ്ഞ് അയാൾക്ക് പലിശയും മുതലും ചേർത്ത് എത്ര തിരികെ കിട്ടും എന്ന് പറയാൻ ഉപയോഗിക്കുന്ന ഒരു ഫോമുലയാണ് A = P × 1 + R/100 n. ഇവിടെ P എന്ന് പറഞ്ഞാൽ 10,000. ഇനി 1 + R എന്ന് പറഞ്ഞാൽ 6%, 6/100 n എന്ന് പറഞ്ഞാൽ 2. n എന്ന് പറഞ്ഞാൽ വർഷമാണ്, R എന്ന് പറഞ്ഞാൽ പലിശ നിരക്കാണ്. ഇനി നമുക്ക് നോക്കാം 10,000. നോക്കൂ 10,000, 100 × 1 എത്രയാണ്? 100. 100ഉം 6ഉം എത്രയാണ്? 106. 106/100 × 2 പ്രാവശ്യം 106/100 2 തവണ എഴുതി. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. ഈ 2 സീറോയും വെട്ടിപ്പോകുന്നു. ഇവിടെ ഇൻറ്റു ഉണ്ട് 2. ഈ 2 സീറോയും വെട്ടിപ്പോകുന്നു. അപ്പോൾ നമുക്ക് 106നെ 106 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് കൃത്യമായ ഉത്തരം കിട്ടും. നമുക്കിവിടെ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത്, ഞാൻ 106നെ 106 കൊണ്ട് ഇൻറ്റു ചെയ്ത് വെച്ചിട്ടുണ്ട്, 11,236. 11,236 എന്ന് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് എന്ന് പറയുന്നത് ഞാൻ നിങ്ങളുടെ അടുത്ത് തുടക്കത്തിലേ പറഞ്ഞു, ഈ ഫോർമുലയിൽ നിന്ന് കിട്ടുന്ന ഉത്തരം എന്താണോ ആ ഉത്തരം എന്ന് പറയുന്നതിനകത്ത് മുതലുമുണ്ട് കൂട്ടുപലിശയുമുണ്ട്. അപ്പം ഇവിടെ മുതലും പലിശയും ചേർന്നാണ് 11,236. ഇതിൽ നിന്ന് നിങ്ങൾക്ക് പലിശ കണ്ടുപിടിക്കാൻ 11,236 നിന്നും മുതലിനെ കുറച്ച് മാറ്റുക, 10,000 കുറയ്ക്കുക, 1,236. 1,236 ഇവിടെ ശരിയായ ഉത്തരം. ക്ലിയർ ആണോ? വളരെ വ്യക്തമായി മനസ്സിലായോ? അപ്പോൾ രാമു 6% പലിശ കിട്ടുന്ന ഒരു ബാങ്കിൽ 10,000 രൂപ നിക്ഷേപിക്കുന്നു. 2 വർഷം കഴിഞ്ഞ് രാമുവിന് കിട്ടുന്ന കൂട്ടുപലിശ എത്രയാണെന്ന് ചോദിച്ചാൽ 1,236 രൂപ. ഒരു ബാങ്കിൽ ഒരു നിശ്ചിത പലിശ നിരക്കിൽ കൂട്ടുപലിശയ്ക്ക് ബാങ്കിലേക്ക് ഒരാൾ നിക്ഷേപിച്ചാൽ ഒരു നിശ്ചിത കാലാവധി കഴിഞ്ഞ് തിരികെ കിട്ടുന്ന എമൗണ്ടും ആ കൂട്ടുപലിശയും ചേർന്ന് കണ്ടുപിടിക്കാൻ A = P × 1 + R/100 n. ഇവിടെ കിട്ടുന്ന വില എന്ന് പറയുന്നത് 11,236 എന്ന് പറയുന്നത് അതിനകത്ത് മുതലും പലിശയുമുണ്ട്. അതിൽ നിന്നും മുതലിനെ കുറച്ച് മാറ്റിയാൽ, പ്രിൻസിപ്പൽ എമൗണ്ട് കുറച്ചാൽ നമുക്ക് കൂട്ടുപലിശ എത്രയാണെന്നത് കിട്ടും. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ഡയറക്റ്റ്ലി ചെയ്യേണ്ടത്. എന്നാൽ ഈ ചോദ്യത്തെ നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഈ 10,000 എന്നതിൻ്റെ 6% എടുക്കണം. 10,000ൻ്റെ 6% കണ്ടുപിടിക്കാൻ 10,000 × 6/100. ഈ 2 സീറോ വെട്ടിപ്പോയി. 600 രൂപയാണ് 10,000ൻ്റെ 6%. ഒരു വര ഇടുക. ഈ വര എന്താണെന്ന് ചോദിച്ചാൽ വരയ്ക്ക് മുകളിൽ ആദ്യത്തെ വർഷത്തെ പലിശയാണ്. ഇനി ഈ വരയ്ക്ക് താഴെ വീണ്ടും ആ 600 ഒന്നുകൂടി എഴുതുക. ആ നമ്പറിൻ്റെ, ഈ വരയുടെ താഴെ എഴുതിയ നമ്പറിൻ്റെ 6% വീണ്ടും കണ്ടുപിടിക്കുക. 6/100. ഈ 2 വെട്ടിപ്പോകുന്നു. ഉത്തരം 36. ഈ 36 കൂടി ഇവിടെ എഴുതുക. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ശ്രദ്ധിക്കുക. ഇത് ആദ്യത്തെ വർഷത്തെ കൂട്ടുപലിശ ക്രമത്തിലുള്ള ആദ്യത്തെ വർഷത്തെ പലിശ, ഇത് 2ാമത്തെ വർഷത്തെ പലിശ. ടോട്ടൽ 2 വർഷത്തെ പലിശ കണ്ടുപിടിക്കാൻ ഇത് രണ്ടും കൂടെ കൂട്ടുക, 1,236 എന്ന് ഇങ്ങനെ ഷോർട്ട് കട്ടായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഈ 2 രീതിയിൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. ഡയറക്റ്റ് മെത്തേഡും ഉണ്ട്, ഷോർട്ട് കട്ടും ഉണ്ട്. ഏതാണോ നമുക്ക് ഉചിതം അതിൽ ചെയ്യാം. ഇനി നമുക്ക് ഇതിലെ 3ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം.
മൂന്നാമത്തെ ചോദ്യത്തെക്കുറിച്ച് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. 2021 ഡിഗ്രി ലെവൽ പ്രിലിംസിന് ചോദിച്ച ഫേസ് 1 ചോദിച്ച ചോദ്യമാണ്. ഗംഭീരമായ ചോദ്യമാണ്. ചോദ്യം ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷേ അത് ചെയ്തെടുക്കാനും ഇച്ചിരി പണിയുണ്ട്. നല്ല ശ്രദ്ധിച്ചിരിക്കുക, വളരെ ഗംഭീരം. നമ്മൾ ഈ മെം എന്ന് പറയുന്ന സെഷനിലൂടെയും ഉദ്ദേശിക്കുന്നത് വളരെ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ, പക്ഷേ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. എല്ലാം നിങ്ങളെ ഈ എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഒന്ന് എങ്ങനെ നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കാമെന്നൊക്കെ പരിചയപ്പെടുത്തുക. ലോജിക്കലി ആണ്, എനിക്ക് ലോജിക്ക് അറിയണം എന്നുള്ളവർക്ക് ആ ലോജിക്ക് കൂടി പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമുക്ക് ഈ ചോദ്യത്തിലേക്ക് വരാം. 2 വർഷത്തേക്ക് 10.5%, 2 വർഷത്തേക്ക് 10.5%, ശ്രദ്ധിക്കൂ, 2 വർഷത്തേക്ക് 10.5% ലഘുപലിശയിൽ നിക്ഷേപിച്ചിരിക്കുന്ന തുകയ്ക്ക് 2 വർഷത്തേക്ക് കിട്ടുന്ന കൂട്ടുപലിശയും തുല്യ സംഖ്യയാണ്. അങ്ങനെയാണെങ്കിൽ കൂട്ടുപലിശ എത്ര ശതമാനമാണ് എന്ന് വെച്ചാൽ 10.5% പലിശ നിരക്കിൽ 2 വർഷത്തേക്ക് ഒരു ബാങ്കിൽ സാധാരണ പലിശയ്ക്ക് നമ്മൾ നിക്ഷേപിച്ചാലും, ഒന്നുകൂടി പറയാം, ഇതൊരു ബാങ്കാണ്, ഇതൊരു ബാങ്ക്. ഈ ബാങ്കിൽ നമ്മൾ സാധാരണ പലിശ നിരക്കാണ് ഇവിടെ ഉള്ളത്. സാധാരണ പലിശ നിരക്ക് 10.5%. 10.5%. അവിടെ ഒരാൾ 2 വർഷത്തേക്ക് 2 years 2 വർഷത്തേക്ക് ഒരു എമൗണ്ട് കൊണ്ടുപോയി ഇടുന്നു. അപ്പോൾ 2 വർഷം കഴിഞ്ഞ് അയാൾക്ക് തിരികെ കിട്ടുന്ന എമൗണ്ടും ഇതേപോലെ കൂട്ടുപലിശയ്ക്ക് വേറൊരു ബാങ്കിൽ ഇതേ എമൗണ്ട് തന്നെ, എമൗണ്ട് എത്രയും നമുക്ക് അറിയില്ല, അതേ എമൗണ്ട് തന്നെ ഇവിടെ കൊണ്ടുപോയി ഇടുന്നു. ഇവിടുത്തെ പലിശ നിരക്ക് നമുക്ക് അറിഞ്ഞുകൂടാ, അതാണ് പ്രത്യേകത. പക്ഷെ ഇത് നൽകുന്നത് കൂട്ടുപലിശയാണ്. ഇവിടെ നിന്ന് കിട്ടുന്ന അതേ എമൗണ്ട് ഇവിടെ നിന്നും കിട്ടണമെങ്കിൽ ഇവിടുത്തെ പലിശ നിരക്ക്, കൂട്ടുപലിശ ക്രമത്തിലുള്ള ബാങ്കിലെ പലിശ നിരക്ക് എത്രയായിരിക്കും? കാര്യം പിടികിട്ടിയോ? 2 ബാങ്കുണ്ട്. ഒരു ബാങ്ക് സാധാരണ പലിശ ക്രമത്തിലാണ് പലിശ കണക്കാക്കുന്നത്. 10.5% അവിടുത്തെ പലിശ നിരക്ക്. രണ്ടാമത്തെ ബാങ്കിൽ കൂട്ടുപലിശ ക്രമത്തിലാണ് പലിശ കണക്കാക്കുന്നത്. ഇനി ഇവർ രണ്ടുപേരിലും ഇവിടെ രണ്ടിടത്തും നമ്മൾ 2 വർഷത്തേക്കാണ് പൈസ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിന്ന് രണ്ടിടത്തു നിന്നും നമുക്ക് 2 വർഷം കഴിയുമ്പോൾ തിരികെ കിട്ടേണ്ട എമൗണ്ട് ഒരുപോലെ ആവണമെങ്കിൽ കൂട്ടുപലിശ ബാങ്കിൽ പലിശ നിരക്ക് എത്രയായിരിക്കും? ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത്, വളരെ ശ്രദ്ധിച്ചിരിക്കണം, വളരെ വ്യക്തമായിട്ട് ഞാൻ പറയുന്നത് കേൾക്കണം. 2 വർഷത്തേക്ക് സാധാരണ പലിശ ക്രമത്തിൽ ഈ ബാങ്കിൽ, നമ്മൾ ഈ ഒന്നാമത്തെ ഈ ബാങ്കിൽ 2 വർഷം കഴിഞ്ഞ് കിട്ടുന്ന എമൗണ്ട് കണ്ടുപിടിക്കാൻ, ഇവിടുത്തെ പലിശയുടെ അളവ് കണ്ടുപിടിക്കാൻ PNR/100 ആണ്. PNR/100 ഇവിടെ നിന്ന് കിട്ടുന്ന സാധാരണ ബാങ്കിൽ നിന്നും, സാധാരണ പലിശ ക്രമത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഈ ബാങ്കിൽ നിന്നും സാധാരണ, അപ്പോൾ നമ്മൾ ആദ്യത്തെ കണ്ടീഷൻ സാധാരണ എന്ന് പറയുന്നതാണ്. അവിടെ നിന്ന് കിട്ടുന്ന ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കാൻ ഇത് പലിശയുടെ അളവ്, ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കാൻ മുതലും കൂടി അതിൻ്റെ കൂട്ടണം. ഈ എമൗണ്ടാണ്, ഇതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, 2 വർഷം കഴിഞ്ഞ് കിട്ടുന്ന ടോട്ടൽ എമൗണ്ട് ഇത്രയായിരിക്കും. ഇത് സാധാരണ പലിശയും ഇത് മുതലും. ഇനി രണ്ടാമത്തെ ബാങ്കിൽ കൂട്ടുപലിശയ്ക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എമൗണ്ട് ഇടുന്നത്. അവിടെ നിന്ന് 2 വർഷം കഴിഞ്ഞ് എന്ത് കിട്ടും എന്നറിയേണ്ട ഫോമുലയാണ് P×1 + R/100 ഇവിടെ 2 വർഷമല്ലേ, അപ്പോൾ 2 കൊടുക്കുക, അല്ലെങ്കിൽ N കൊടുക്കുക. ഇത് രണ്ടും ഈക്വൽ ആവണം. ഇവിടെ നിന്ന് കിട്ടുന്ന ടോട്ടൽ എമൗണ്ടും ഇവിടെ നിന്ന് കിട്ടുന്ന ടോട്ടൽ എമൗണ്ടും ഈക്വൽ ആവണം. ഇനി നമുക്ക് ഇവിടെ പി എത്ര എമൗണ്ടാണ് നിക്ഷേപിച്ചതെന്ന് പറഞ്ഞിട്ടില്ല, അറിഞ്ഞൂടാ. പ്ലസ് PNRൽ ഈ PN നമുക്ക് അറിഞ്ഞൂടാ, എത്ര രൂപ ഇട്ടു എന്ന് അറിഞ്ഞൂടാ. നമ്പർ ഓഫ് ഇയർ 2 ആണ്. ഇൻറ്റു R സാധാരണ ബാങ്കിലെ പലിശ നിരക്ക് 10.5 ആണ്. ഡിവൈഡഡ് ബൈ 100. ഓക്കെ, 100 എടുത്തു. ക്ലിയർ അല്ലേ? = ഇവിടെ P ഉണ്ട്, ഇവിടെ 1 + R/100. R/100 ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് ഈ ബ്രാക്കറ്റ് അങ്ങ് മാറ്റാം. ഓക്കെ, എന്നിട്ട് ഇവിടെ നോക്കൂ, ഇവിടെ ബ്രാക്കറ്റ് കൊടുത്തിട്ട് 100 × 1 എത്രയാ? 100. 100 + R 100 + R എന്ന് കിട്ടും അല്ലേ? ഇനി ഡിവൈഡഡ് ബൈ 100. ഇത് 2 വർഷത്തേക്ക്. ശ്രദ്ധിക്കേണ്ടത്, ഈ 100നെ നമ്മൾ 1 കൊണ്ട് ഇൻറ്റു ചെയ്തു, അപ്പോൾ 100 കിട്ടി. 100 + R 100 + R തന്നെ ഡിവൈഡഡ് ബൈ 100. ഇങ്ങനെ ചെയ്തു, ഇത്രയും ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കൂ, ഈ സമത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇത്രയും ഇതിനകത്ത് ഇതിലും P ഉണ്ട്, ഈ സമത്തിൻ്റെ ഇപ്പുറത്തും P ഉണ്ട്, സമത്തിൻ്റെ അപ്പുറത്തും P ഉണ്ട്. അപ്പോൾ P കോമൺ ആയിട്ട് വെളിയിലെടുക്കാം.
ഇതിലും പി ഉണ്ട്, ഇതിലും പി ഉണ്ട്. സമത്തിൻ്റെ ഇപ്പുറത്തും അപ്പുറത്തും കേട്ടോ, സമത്തിൻ്റെ ഇവിടെ ഒരു പി ഉണ്ട്, സമത്തിൻ്റെ അപ്പുറത്തും ഒരു പി ഉണ്ടെങ്കിൽ ഒരു പിയെ നമ്മൾ കോമൺ ആയിട്ട് വെളിയിലെടുത്തു. ഇനി നിങ്ങൾ നോക്കേണ്ടത് ഈ പ്ലസിൻ്റെ ഇപ്പുറത്ത് പി ഇല്ല, അവിടെ ഒന്നാണ്, ഒന്നെന്ന് എഴുതണം. പി പോയി, പി പുറത്ത് പോയി, നമ്മൾ വെളിയിലെടുക്കുക എന്ന് പറയൂലേ. അപ്പം രണ്ടിടത്തും ഈ സമത്തിൻ്റെ ഇപ്പുറത്ത് രണ്ട് പാർട്ടുണ്ട്, ഒന്ന് പി എന്ന് പറയുന്ന പാർട്ടും ഒന്ന് ദാ ഇത്രയും ഉണ്ട്. അതിൽ രണ്ടിൽ പി അടങ്ങിയിട്ടുണ്ട്. ഒരു പിയെ കോമൺ ആയിട്ട് വെളിയിലെടുത്താൽ ഇവിടെ ഒന്ന് പ്ലസ് ഇവിടെ നിന്ന് പി പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി എന്ന് പറയുന്നത് ഇവിടെ 2 ഇൻറ്റു 10.5 എന്ന് പറഞ്ഞാൽ 21/100. 21/100 ഇസ് ഈക്വൽ ടു ഇവിടെ ഒരു പി ഉണ്ട്, പി ഇവിടെ 100 പ്ലസ് 6/100 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ ഈ പിയും ഇവിടുത്തെ ഈ പിയും സമത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള പിയെ വെട്ടിക്കളയും. അപ്പോൾ സമത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള പിയെ നമ്മൾ ക്യാൻസൽ ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഈ പാർട്ട് ഈ 100ഉം ഇതും കൂടെ കൂട്ടുന്നു. 100ഉം ഇതും കൂടെ കൂട്ടുമ്പോൾ 100ഉം 21ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 121 കിട്ടുന്നു. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 121. അതിന് മുമ്പ് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യേണ്ടതുണ്ട്, ഇനി നമുക്ക് സ്പേസ് തികയുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത പേജിലേക്ക് പോകാനുള്ള ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ അങ്ങ് ചെയ്യാം. ഇവിടെ നോക്കൂ, ഈ 100ഉം ഈ 100നെ ഒന്നുകൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 100ഉം 21ഉം 121. 121 ഡിവൈഡഡ് ബൈ 100. അപ്പുറത്ത് എന്താ കിട്ടുക? ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ ഉള്ളത് 100 പ്ലസ് 6 ഡിവൈഡഡ് ബൈ 100 ദ ഹോൾ സ്ക്വയർ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ സ്ക്വയറിനെ കളയണം. സ്ക്വയറിനെ കളയാൻ സമത്തിൻ്റെ അപ്പുറത്ത് പോയി റൂട്ട് എടുത്താൽ മതി. റൂട്ട് എടുക്കുമ്പോൾ ഇവിടെ നോക്കുള്ളൂ, റൂട്ട് ഓഫ് 121/100. എന്തിനാ അങ്ങനെ എടുക്കുന്നത്? ഈ സ്ക്വയർ നമ്മൾ കളയുകയാണ്. ഈ സ്ക്വയർ കളയാൻ സമത്തിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ളവരുടെ റൂട്ട് എടുത്താൽ മതി. ഇസ് ഈക്വൽ ടു 100 പ്ലസ് 6 ഡിവൈഡഡ് ബൈ 100. 121ൻ്റെ റൂട്ട് എത്രയാ? 11. 100ൻ്റെ എത്രയാ? 100. ഇസ് ഈക്വൽ ടു ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ഇവിടെ 100 പ്ലസ് 6 അല്ലേ, 100 പ്ലസ് 6 ഡിവൈഡഡ് ബൈ 100 കിടപ്പുണ്ട്. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും. ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമുക്കിത് മായ്ച്ചാൽ എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഇത്രയും പാർട്ടിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതാം. ബാക്കിയെല്ലാം മാറ്റിയാണ്. ഇതെല്ലാ സ്റ്റെപ്പും കൃത്യമായിട്ട് ഓർമ്മയുണ്ടല്ലോ. ഇത് ഡയറക്റ്റ് മെത്തേഡ് അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റൂല. ഇതൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്കിപ്പം ഇവിടെ എന്ത് കിട്ടിയോ അത് നമുക്കൊന്നെടുത്ത് എഴുതാം. നമുക്കിവിടെ കിട്ടിയത് എങ്ങനെയാണ് ഒന്നുകൂടെ കാണിക്കുകയാണ്. 11/100 അല്ലേ, 11/100 അല്ലല്ലോ, 11/10 അല്ലേ, 11/10. അതായത് ഇവിടെ 121ൻ്റെ 11ഉം 100ൻ്റെത് 10ഉം അല്ലേ, അപ്പോൾ 10 എന്നാണേ. അപ്പം 11/10 ഇസ് ഈക്വൽ ടു ഇങ്ങനെ കിട്ടുന്നു. ഇനി നമ്മൾ അതിനെ ഒന്ന് എടുത്ത് എഴുതാൻ വേണ്ടി പോകുന്നു. ബാക്കിയെല്ലാം മാച്ചു, നമ്മൾ എടുത്തെഴുതുകയാണ്. 11/10 ഇസ് ഈക്വൽ ടു 100 പ്ലസ് 6 ഡിവൈഡഡ് ബൈ 100. എൻ്റെ പൊന്നു പിള്ളേരെ നല്ല ശ്രദ്ധിക്കണം. ഈ 100നെ 11മായിട്ട് ഇൻറ്റു ചെയ്യുന്നു. അപ്പോൾ 11 ഇൻറ്റു 100 ഓക്കെ ഇസ് ഈക്വൽ ടു ഈ 10നെ ഈ 100മായിട്ട് ഇൻറ്റു ചെയ്യുന്നു. അപ്പോൾ 10 ഇൻറ്റു 100 1000. ഓക്കെ, പ്ലസ് ഈ 10നെ 6മായിട്ട് ഇൻറ്റു ചെയ്യുന്നു. 10 6. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 11നെ 100 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 1100 എന്ന് കിട്ടുന്നു അല്ലേ, 1100. ഈ 1000 ഇപ്പുറത്ത് കൊണ്ടുവരുന്നു, അപ്പോൾ -1000 സമം 10 6 എന്ന് കിട്ടുന്നു. 1100 നിന്ന് 1000 പോയാൽ നമുക്ക് എന്ത് കിട്ടും? 100 കിട്ടും. 100 സമം 10 6. 6ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ 10നെ ഇപ്പുറത്ത് കൊണ്ടുവരിക. 100 ഡിവൈഡ് ബൈ 10 സമം 6. 6ൻ്റെ വാല്യൂ 10, അതായത് ഇതും കൂടെ വെട്ടിപ്പോകുന്നു, 10%. അതായത് നമുക്ക് കൂട്ടുപലിശയ്ക്ക് നിക്ഷേപിക്കുന്ന ബാങ്കിലെ പലിശ നിരക്ക് 10% കിട്ടി. വലിയ ക്വസ്റ്റ്യനാണ്, 1 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. 2 തവണയെങ്കിലും കണക്കറിയാവുന്ന കുട്ടി ഇത് കണ്ടേ പറ്റുള്ളൂ. മിനിമം 2 തവണ കാണണം. കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. ഏറ്റവും പുതിയ ചോദ്യമായിട്ട് തന്നെ നമുക്ക് 2025 നമുക്ക് നിൽക്കുന്നതെങ്കിലും 2021 ചോദ്യത്തെ പുതിയതായിട്ട് തന്നെയാണ് കാണേണ്ടത്. നല്ല ചോദ്യമാണ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇതിനകത്തെ ചോദ്യമാണ്. അതുകൊണ്ട് മറന്നു പോകരുത്, നന്നായിട്ട് നോക്കി ചെയ്യണം കേട്ടോ. ഇനി നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരെ വെച്ചുള്ള 2 ബാച്ചുകളാണ് ഞാനിപ്പോൾ റൺ ചെയ്യിപ്പിക്കുന്നത്.
ക്ലാസ്സുകളൊക്കെ ഒരു സിനിമ കാണുന്നത് പോലെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരു സിനിമ എങ്ങനെയാണോ ചിത്രീകരിച്ചിരിക്കുന്നത് അതേപോലെ ക്ലാസ്സുകളെ കാണാൻ കഴിയുന്ന തരത്തിലുള്ള ക്ലാസ്സുകളാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിനും അസിസ്റ്റൻറ്റ് സെയിൽസ്മാനും ഉള്ളത്. ഇന്ന് ഈ വീഡിയോ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് വെറും 1999 രൂപ പ്ലസ് ജി എസ് ടി കൂടി ഉണ്ടാവും. അങ്ങനെ 2269 രൂപയ്ക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് മിനിമം ഗ്യാരണ്ടി എന്തായാലും ഉണ്ട്, മാക്സിമം ഗ്യാരണ്ടി ഉണ്ട്. നിങ്ങൾ ഒരിക്കലും ഈ ഒരു കോഴ്സിന് ഇങ്ങനൊരു ഫീസ് അല്ല കൊടുക്കേണ്ടതെന്ന് പറയേണ്ടി വരും. ഏറ്റവും ബൃഹത്തായ ക്ലാസ്സുകൾ തന്നെയാണ്, ഏറ്റവും വിശദമായ ക്ലാസ്സുകൾ തന്നെയാണ് ഈ 2 ബാച്ചിന് ഞങ്ങൾ തരുന്നത്. ഇവിടെ അസിസ്റ്റൻ്റ് സെയിൽസ്മാനിന് 999 രൂപ മാത്രമാണുള്ളത്. സാധാരണ നോട്ടുകൾ കൊടുത്തിട്ട് ക്ലാസ് നടത്തുന്നവർ പോലും ഈ ഒരു ഫീസ് വാങ്ങുന്നുണ്ട്. ഇത് വീഡിയോ ക്ലാസ്, എക്സാം, ലൈവ്, റെക്കോർഡ്, മെൻറ്റർഷിപ്പ് എല്ലാം ഇത് നിങ്ങളുടെ സ്വപ്നതുല്യമായിട്ടുള്ളൊരു കോഴ്സായിട്ട് തന്നെ കാണണം. ക്ലാസ്സുകൾ അത്രത്തോളം ലെവലാണ്, നിലവാരമുണ്ട്. സാധാരണ ക്ലാസ്സുകൾ പോലെ അല്ല എന്ന് പറയാൻ കാരണം സബ്ജക്റ്റ് എക്സ്പേർട്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? നിങ്ങൾ ഒരു ഇംഗ്ലീഷ് കഴിഞ്ഞ ഒരാളാണ്, നിങ്ങൾ ഇംഗ്ലീഷിൻ്റെ ഒരു അധ്യാപകനാണ്, അധ്യാപകനാകാനുള്ള അധ്യാപക പരിശീലനം കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരാളിനെയാണ് നമ്മൾ എക്സ്പേർട്ട് എന്ന് പറയുക. അതിനകത്ത് ആധികാരികമായി സംസാരിക്കാൻ കഴിയുന്ന. ഇപ്പം എന്നോട് നിങ്ങൾ മാത്സിനെ കുറിച്ചോ സയൻസിനെ കുറിച്ചോ ചോദിച്ചാൽ എനിക്ക് ആധികാരികമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. സാർ ഇതിൻ്റെ ഷോർട്ട് കട്ട് അല്ലാതെ ഡയറക്റ്റ് മെത്തേഡ് പറയൂ എന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. കാരണം ഞാൻ 99 മുതൽ ട്യൂട്ടോറിയൽ കോളേജുകളിൽ മാത്സ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം അത്രയും എക്സ്പീരിയൻസ് ആയി. തുടക്കകാലങ്ങളിലൊന്നും എനിക്ക് ഇങ്ങനെയൊക്കെ വന്നു നിന്ന് പറയാനൊന്നും കഴിയില്ല. അത് നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ പറയുന്നതാണ്. നിങ്ങൾ ചോദിക്കൂ, ഞാൻ പറയാം എന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം നമുക്ക് ഓരോ ദിവസവും കിട്ടിയ എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കോഴ്സിനകത്തേക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ലൊരു അനുഭവമായിരിക്കും, ബെസ്റ്റ് അനുഭവമായിരിക്കും. നിങ്ങൾക്ക് എല്ലാവരും ഈ കോഴ്സിലേക്ക് വരണം. കേരളത്തിലെ മുഴുവൻ ഉദ്യോഗാർത്ഥികളും എത്തണം എന്നൊക്കെ തന്നെയാണ് ആഗ്രഹം. അങ്ങനെയാണ് ഇത്രയും ഫീസ് കുറച്ചത്. ഈ ഫീസിൽ ഒരിക്കലും നിങ്ങൾക്ക് ഇങ്ങനൊരു കോഴ്സ് കിട്ടില്ല. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 4-ാമത്തത്, കിരൺ ഒരു സ്വകാര്യ സാമ്പത്തിക സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ്. ഒരു ഫിനാൻസ് ആയിട്ടുള്ള ഒരു മേഖലയിൽ, ഒരു ബാങ്കിൽ, ഒരു പ്രൈവറ്റ് ബാങ്കിലാണ് കിരൺ ജോലി ചെയ്യുന്നത്. അദ്ദേഹം കിരൺ എന്ന് പറയുന്ന ആൾ ഒരു സ്വകാര്യ സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്. ഓക്കെ, അദ്ദേഹത്തിന് 12% വാർഷിക പലിശ നിരക്കിൽ 50,000 രൂപ അർദ്ധവാർഷിക കാലയളവിൽ സംയുക്തമായി നിക്ഷേപിച്ചു. 1 വർഷത്തിന് ശേഷം കിരണിന് തിരികെ ലഭിക്കുന്ന തുക എത്രയാണ്? സംയുക്തമായി എന്ന് ഉദ്ദേശിച്ച കൂട്ടുപലിശാക്രമത്തിൽ നിന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, കൂട്ടുപലിശാക്രമത്തിൽ എത്ര രൂപ തിരികെ കിട്ടും എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഫോമുല നമ്മുടെ കയ്യിലുണ്ട്, ആ ഫോമുല അപ്ലൈ ചെയ്താൽ മതി. എന്നാൽ ഇവിടെ ഒരു പ്രത്യേകത, ഈ ഫോമുലയിൽ തിരികെ ലഭിക്കുന്ന എമൗണ്ട് കണ്ടുപിടിക്കാൻ A = P × 1+. ഒരു കാര്യം നിങ്ങൾ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. ഇതാണല്ലോ നമുക്ക് കൂട്ടുപലിശാക്രമത്തിൽ എവിടെയെങ്കിലും പൈസ നിക്ഷേപിച്ചാൽ തിരികെ കിട്ടുന്ന എമൗണ്ട് കണ്ടുപിടിക്കേണ്ട ഫോമുല. ഇവിടെ കിട്ടുന്ന ഉത്തരം ആ കൂട്ടുപലിശയുടെ എമൗണ്ടും കാണും, പ്രിൻസിപ്പൽ എമൗണ്ടും ചേർന്ന് ടോട്ടൽ എത്ര തിരികെ കിട്ടും. അതിനകത്ത് പലിശയും കാണും, പ്രിൻസിപ്പൽ എമൗണ്ടും കാണും. ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ ഇവിടെ പിയുടെ അവിടെ 50,000 അല്ലേ, 50,000 പ്ലസ് 50,000 അടുത്തത് ഇവിടെ 1+6 എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, അർദ്ധവാർഷികമായി എന്ന് ക്വസ്റ്റ്യനിലുണ്ട്. അർദ്ധവാർഷികമായി എന്ന് ക്വസ്റ്റ്യനിലുണ്ടെങ്കിൽ പലിശ നിരക്കിനെ പകുതിയാക്കണം. ഇത് മൈൻഡിലിട്ട് നോക്കണം. ഇതൊക്കെ ഓർമ്മപ്പെടുത്തി തരാനാണ് മെമ്മോ വെച്ചിരിക്കുന്നത്. ഈ അർദ്ധവാർഷികം എന്ന് ക്വസ്റ്റ്യനിൽ തന്നാൽ പലിശ നിരക്ക് പകുതിയാക്കണം. പകുതിയാക്കുമ്പോൾ 6/100. ഇവിടെ എത്ര വർഷം? 1 വർഷം. 1 വർഷം എന്ന് പറഞ്ഞാൽ എത്ര? 6 മാസം. അർദ്ധവാർഷികം എന്ന് പറഞ്ഞാൽ 6 മാസം ഒന്നാണ്. 1 വർഷം എന്ന് പറയുമ്പോൾ എത്ര അർദ്ധവാർഷികം? 2 6 മാസം. അവിടെ 2 കൊടുക്കണം. കണ്ടോ? ദാറ്റ് ഈസ് ഈക്വൽ ടു 50,000. ഓക്കെ, ഇനി 100 × 1 100, 100ഉം 6 106 /100 ഇൻറ്റു 106/100. ഓക്കെ, ഈ 2 സീറോയും ഈ 2 സീറോയും ക്യാൻസലാവും, ഈ 2 സീറോയും ഈ 2 സീറോയും ക്യാൻസലാവും. സോ ദ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 56,180. ഞാൻ ഗുണിച്ച് വെച്ചിട്ടുണ്ട് ആൻസർ. അതുകൊണ്ടാണ് ഞാനിവിടെ ഇത് 106 കൂടെ ഗുണിച്ച് കാണിക്കാത്തത്. നിങ്ങൾക്ക് ഗുണിക്കാൻ അറിയാം. ഇതാണ് ഇതിൻ്റെ ഉത്തരം. ഈ ഉത്തരത്തിലേക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് എത്താൻ കഴിയും.
ഇതാണ് ഇത് ഡയറക്റ്റ് മെത്തേഡിൽ കണക്ക് ചെയ്യുന്ന രീതിയാണ്. ഇനി ഞാൻ ഷോർട്ട് കട്ടായിട്ട് ചെയ്യുന്ന രീതി പറഞ്ഞു തരാം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം 50,000 കണ്ടോ, 50,000 ഈ 12% വെച്ച് നമ്മൾ ചെയ്യൂല. അർത്ഥവാർഷികമായതുകൊണ്ട് 6% എടുക്കണം. 50,000 6% എടുക്കണം. അപ്പോൾ ഈ 2 വെട്ടിപ്പോവും. അപ്പം 6 × 5 3000 എന്ന് കിട്ടും. 3000 ഒരു വര ഇടണം. എന്നിട്ട് ഈ 3000 ഒന്നുകൂടി, ഇത് 6 മാസമാണേ, ആദ്യത്തെ 6 മാസം വീണ്ടും ഈ 3000 ഒന്നുകൂടി എഴുതണം. അപ്പം 3000. എന്നിട്ട് ഈ 3000-ൻ്റെയും 6% എടുക്കണം. 3000-ൻ്റെ 6% കണ്ടോ, ഈ 2 വെട്ടിപ്പോവും. അപ്പം 30 × 6 180 എന്ന് കിട്ടും. 180 ഇതെല്ലാം കൂടെ കൂട്ടണം. 6180 ഇതാണ് കൂട്ടുപലിശ. ഇതാണ് പലിശ എമൗണ്ട് മാത്രം. ഇതിൻ്റെ കൂടെ മുതലും കൂടെ കൂട്ടണം. അപ്പോൾ 50,000-ൻ്റെ കൂടെ 6180 കൂട്ടിയാൽ 56,180. ഇതാണ് ഒരു വർഷം കഴിഞ്ഞ് 50,000 രൂപ നിക്ഷേപിക്കുന്നു, 12% പലിശ നിരക്ക്, അർത്ഥവാർഷികമായി പലിശ കണക്കാക്കുന്നു, കൂട്ടുപലിശ അടക്കം. തിരിച്ച് ഒരു വർഷം കഴിയുമ്പോൾ 56,180 രൂപ തിരികെ കിട്ടും. 56,180 രൂപ നമുക്ക് തിരികെ കിട്ടും. ക്ലിയർ ആണ്. വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്, വളരെ സൂപ്പറായിട്ട് മനസ്സിലാവുന്നുണ്ട്. പ്രിയ ഉദ്യോഗാർത്ഥികളെ, നമ്മൾ ഇന്ന് ഇവിടെ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും ഇതിനകത്തെ പ്രീവിയസ് ക്വസ്റ്റ്യനുകളെ തന്നെ ഒന്നുകൂടി പരിചയപ്പെടാം. ക്വസ്റ്റ്യനുകൾ ഉണ്ടെങ്കിൽ, ഇതുപോലത്തെ ചോദ്യങ്ങൾ വളരെ റീസെൻ്റ് ആയിട്ടുള്ള എക്സാമിനേഷന് കിട്ടിയ ചോദ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അത് ഈ ഒരു സെഷനിലൂടെ നമുക്ക് പരിചയപ്പെടാം. നമുക്ക് വീണ്ടും കാണാം. ബൈ.